ഇന്നലെ വിവാഹം നടക്കാനിരിക്കെ മലപ്പുറം പള്ളിപ്പുറത്തു നിന്നും കാണാതായ പ്രതിശ്രുത വരൻ വിഷ്ണുജിത്ത് എവിടെയെന്നതിൽ ഇതുവരെയും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. വിവാഹത്തിന് 3 ദിവസം മുമ്പ് കാണാതായ യുവാവിന്റെ തിരോധാനത്തിൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. അതേസമയം സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ സഹോദരനെ ആരെങ്കിലും പിടിച്ചു വയ്ക്കുകയോ അപായപ്പെടുത്തുകയോ ചെയ്തോ എന്ന് ആശങ്കയുണ്ടെന്ന് വിഷ്ണുജിത്തിന്റെ സഹോദരി ജസ്ന പറഞ്ഞു. സാമ്പത്തിക പ്രശ്നങ്ങൾ യുവാവിന് ഉണ്ടായിരുന്നതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അവസാനം വിളിച്ച ഒരു സുഹൃത്തിനോട് പറഞ്ഞത് എന്തോ ഇഷ്യൂ ഉണ്ട്, അത് തീർത്തിട്ട് വരാം എന്നാണ്. ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അത് കൊടുത്തു തീർത്തില്ലെങ്കിൽ കുറച്ച് സീനാണെന്ന് സഹോദരൻ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞതായി ജസ്ന പറഞ്ഞു. കുറച്ച് പണം ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്, അത് കൊടുത്തിട്ട് ആ ഇഷ്യൂ തീർത്തിട്ട് വരാം എന്നാണ് പറഞ്ഞത്. പണം കൊടുക്കാനെത്തിയപ്പോൾ അവിടെ പിടിച്ചു വെച്ചതാകുമെന്നും പെട്ടുകിടക്കുകയാണെന്ന് ആശങ്കയുണ്ടെന്നും സഹോദരി ജസ്ന പറഞ്ഞു. എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ സുഹൃത്തിനോട് വന്നിട്ട് പറയാം എന്നാണ് മറുപടി നൽകിയതെന്നും സഹോദരി പറഞ്ഞു. അതേസമയം വിഷ്ണുജിത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് വീട്ടിൽ ആർക്കും അറിവുണ്ടായിരുന്നില്ല. മകൻ ഇപ്പോൾ വരും, വൈകിട്ട് വരും, നാളെ വരും എന്ന പ്രതീക്ഷയിലായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ അബദ്ധത്തിൽ പെട്ടോ എന്നറിയില്ല. പണം കയ്യിലുണ്ടെന്ന് സുഹൃത്ത് പറഞ്ഞാണ് അറിയുന്നത്. സാമ്പത്തികമായി വിഷ്ണുജിത്തിന് കമ്പനിയിൽ ഒരു ബാധ്യതയുമില്ലെന്നാണ് തങ്ങളുടെ അന്വേഷണത്തിൽ അറിയാനായതെന്നും അമ്മ പറഞ്ഞു. അതിനിടെ 4-ാം തീയതി വിഷ്ണു പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് കയറുന്ന CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. യുവാവ് കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭ്യമാകുന്ന സൂചന. മലപ്പുറം SP-യുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് 2 ടീമുകളായി തിരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിഷ്ണുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. വിഷ്ണുവിന്റെ സുഹൃത്ത് ശരത്തും അന്വേഷണ സംഘത്തോടൊപ്പം കോയമ്പത്തൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വിഷ്ണുജിത്ത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സുഹൃത്തുക്കളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു മലപ്പുറം പള്ളിപ്പുറം സ്വദേശിയായ വിഷ്ണുജിത്തിന്റെ വിവാഹം മഞ്ചേരി സ്വദേശിനിയായ യുവതിയുമായി നടക്കേണ്ടിയിരുന്നത്. ഇവർ വർഷങ്ങളായി സുഹൃത്തുക്കളാണ്. പാലക്കാട് കഞ്ചിക്കോട് ഐസ്ക്രീം കമ്പനിയിൽ ജോലിക്കാരനാണ് വിഷ്ണുജിത്ത്. കുറച്ച് പണം കിട്ടാനുണ്ടെന്നും ഉടൻ തിരിച്ചു വരാമെന്നും പറഞ്ഞാണ് വിഷ്ണുജിത്ത് 4-ാം തീയതി പാലക്കാട്ടേക്ക് പോയത്. എന്നാൽ പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആയി. കഞ്ചിക്കോടാണ് വിഷ്ണുജിത്തിന്റെ മൊബൈൽ ഫോണിന്റെ അവസാന ലൊക്കേഷൻ കാണിച്ചത്. അതേസമയം കുടുംബം വളരെയധികം ആശങ്കയിലാണ് ഇപ്പോൾ കഴിയുന്നത്. വിഷ്ണുജിത്തിനെ ആരെങ്കിലും അപായപ്പെടുത്തുമോ എന്ന ഒരു ഭയമാണ് അവർക്കുള്ളത്. വീട്ടുകാർക്കൊന്നും തന്നെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് അറിവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റാരെങ്കിലും അപായപ്പെടുത്തിയോ എന്നൊരു ഭയവും ഇവർക്കുള്ളത്. എന്തായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ജോലി ചെയ്യുന്ന സ്ഥലത്തടക്കം ഇപ്പോൾ പരിശോധന നടത്തി വരികയാണ്. വിഷ്ണുജിത്തിന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാം വിളിച്ച് മൊഴിയെടുത്തിട്ടുണ്ട്.